നാട്ടിലും മറുനാട്ടിലുമായി ഈ ദിവസങ്ങളിൽ ട്രെൻഡിംഗ് ആയ ഒരുപിടി വിശേഷങ്ങളുമായി 24news.comന്റെ ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. രജനീകാന്ത് ലോകേഷ് കനകരാജ് ചിത്രം കൂലിയിലെ മോനിക്ക എന്ന ഗാനം പുറത്തിറങ്ങിയതോടെ ഹിറ്റായ സൗബിൻ ഷാഹിറിന്റെ ഡാൻസ്, കോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്ന മലയാളി റാപ്പർ വേടൻ, പിന്നെ ശശി തരൂരിനെ കൊണ്ട് പൊറുതിമുട്ടിയ കോൺഗ്രസ് നേതൃത്വവും ഈ ആഴ്ചയിലും കാത്തിരിക്കുന്നത് നിരവധി വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഈ ആഴ്ചയിലെ ഏറ്റവും പുതിയ വിശേഷം രജനീകാന്ത് ലോകേഷ് കനകരാജ് ചിത്രം കൂലിയാണ്. കൂലിയിലെ മോനിക്ക എന്ന ഗാനം പുറത്തിറങ്ങിയതോടെ ഹിറ്റായിരിക്കുകയാണ് സൗബിൻ ഷാഹിറിന്റെ കിടിലൻ ഡാൻസ്. ഈ നൃത്തം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവനായും ചർച്ചാ വിഷയം. കൂടുതൽ വിവരങ്ങളുമായി അമൽ ശശികുമാർ ചേരും. മോണിക്കയല്ല, സൗബിക്കയാണ് താരം. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന രജനീകാന്ത് ചിത്രം കൂലിയിലെ സെക്കൻഡ് സിംഗിളായ മോണിക്ക റിലീസ് ചെയ്തപ്പോൾ മുതൽ ഉയർന്നു കേൾക്കുന്ന ഡയലോഗാണിത്. അറബിക്കുത്ത്, ബുട്ടബൊമ്മ, കനിമ, സീട്ടിമാർ ഒക്കെ പോലെ ഫ്ലെക്സിബിലിറ്റിയും ചാംനസും വെച്ച് നായകനെ സൈഡാക്കി ഷോ സ്റ്റീലറാകാൻ ഇത്തവണ പൂജ ഹെഗ്ഡെക്ക് സാധിച്ചില്ല. കാരണം സർപ്രൈസായി വന്ന തകർപ്പൻ ഡാൻസിലൂടെ സൗബിൻ ഷാഹിർ പൂജയെ സൈഡാക്കിയെന്നാണ് ആരാധകർ പറയുന്നത്. ഇതുവരെ 13 മില്യൺ കാഴ്ചക്കാരെ സ്വന്തമാക്കിയ മോണിക്ക എന്ന ഗാനത്തിന്റെ കമന്റ് ബോക്സ് തുറന്നു നോക്കണം സൗബിന്റെ റേഞ്ച് കാണാൻ. മലയാളികൾ മാത്രമല്ല, പാൻ ഇന്ത്യൻ തലത്തിൽ പല ഭാഷക്കാരാണ് സൗബിന്റെ ചുവടുകൾ പ്രശംസിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്നത്. മലയാളി സൗബിനൊപ്പം ചുവട് വെക്കുന്നത് ഇതാദ്യമല്ല. ഇതിനു മുൻപ് പറുദീസയിലും അമ്പിളിയിലെ ഗാനത്തിലുമെല്ലാം സൗബിൻ അസലായി ഡാൻസ് ചെയ്തിരുന്നു. സിനിമാ പ്രമോഷനുകൾക്ക് വേണ്ടി സംഘടിപ്പിച്ച പ്രത്യേക ചടങ്ങുകളിലും സൗബിന്റെ സ്പെഷ്യൽ മൂൺ വാക്ക് ഒക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. എന്നാൽ കുമ്പളങ്ങിയിലൂടെയും മഞ്ഞുമൽ ബോയ്സിലൂടെയും മാത്രം സൗബിനെ പരിചയമുള്ള തമിഴ് പ്രേക്ഷകർക്ക് സംഗതി ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആശയദാരിദ്ര്യം അനുഭവിച്ചിരുന്ന സോഷ്യൽ മീഡിയയിലെ വീരന്മാരുടെ എണ്ണിയാലൊടുങ്ങാത്ത എഡിറ്റുകളുടെ മേളമായിരുന്നു. സൗബിന്റെ ചുവടുകൾക്കിണങ്ങുന്ന ഒട്ടനവധി ഗാനങ്ങൾ ചേർത്ത് വെച്ചുള്ള എഡിറ്റുകൾ. 400 കോടി ബഡ്ജറ്റിൽ രജനീകാന്ത്, ആമിർ ഖാൻ, നാഗാർജുന, ഉപേന്ദ്ര തുടങ്ങിയ വമ്പൻ താരങ്ങൾ അണിനിരക്കുന്ന ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെയാണ് സൗബിൻ ഷാഹിർ അവതരിപ്പിക്കുന്നത്. ഫഹദ് ഫാസിലിന് വേണ്ടി ലോകേഷ് കനകരാജ് എഴുതിയ കഥാപാത്രം ഡേറ്റ് ഇഷ്യൂ കാരണം സൗബിന്റെ കരങ്ങളിൽ എത്തുകയായിരുന്നു. ലോകേഷിന്റെ കൂലി പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്ന് ഒരു പാൻ ഇന്ത്യൻ സെൻസേഷൻ ആയാൽ അതിലെ സൗബിന്റെ സാന്നിധ്യവും ഉച്ചത്തിൽ മുഴങ്ങി കേൾക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. സൗബിൻ ഷാഹിറിന്റെ കിടിലൻ ഡാൻസ് കണ്ടല്ലോ. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാളക്കരയെ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് കീഴടക്കിയ റാപ്പർ വേടനെ കുറിച്ചാണ്. റാപ്പർ വേടൻ കോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നു. പ്രൊഡക്ഷൻ നമ്പർ 5 എന്നതാണ് ആദ്യ ചിത്രം. തമിഴകത്തേക്കുള്ള അരങ്ങേറ്റം വലിയ ആകാംക്ഷയോടെയാണ് ആരാധകർ നോക്കിക്കാണുന്നത്. കൂടുതൽ വിവരങ്ങൾ പ്രജിത ബാലചന്ദ്രൻ പറയും. മലയാളം കടന്ന് അങ്ങ് കോളിവുഡിലും തീയാവാൻ ഒരുങ്ങുകയാണ് വേടൻ. അതെ, മൂർച്ചയുള്ള വാക്കുകളും വരികളുമായി ജെൻസി തലമുറയെ ഒന്നാകെ കയ്യിലെടുത്ത വേടൻ ഇനി തമിഴിലും പാടും. വിജയ് മിൽട്ടൺ സംവിധാനം ചെയ്യുന്ന സിനിമയിലൂടെയാണ് വേടന്റെ കോളിവുഡ് അരങ്ങേറ്റം. പ്രൊഡക്ഷൻ നമ്പർ 5 എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ രാജ് തരുണാണ് നായകൻ. തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ഒരുങ്ങുന്ന ചിത്രം റഫ് നോട്ട് പ്രൊഡക്ഷൻസ് നിർമ്മിക്കും. ഫൈനലി ദ തമിഴ് സ്ട്രീറ്റ്സ് ഹാവ് ഫൗണ്ട് ദെയർ സൗണ്ട് എന്നാണ് റഫ് നോട്ട് പ്രൊഡക്ഷൻസ് വേടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. കാറ്റുപോലെ അലയടിക്കുന്ന വേടൻ തമിഴിലെത്തുമ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. ഭരത്, സുനിൽ, ആരി അർജുൻ, അമ്മു അഭിരാമി, കിഷോർ DS, വിജേത, പ്രസന്ന ബാലചന്ദ്രൻ, ഇമാൻ അണ്ണാച്ചി എന്നിവരും ആവേശത്തിലെ ഗലാട്ട ഗാനത്തിലൂടെ ശ്രദ്ധേയനായ റാപ്പർ പാൽ ഡബ്ബയും സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. 2014 പുറത്തിറങ്ങിയ ഗോലിസോഡ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ ചിത്രം എന്നാണ് റിപ്പോർട്ടുകൾ. വിജയ്, അജിത് തുടങ്ങിയ മുൻ താരങ്ങളെ വെച്ച് 43-ലധികം പ്രധാന ചിത്രങ്ങൾക്ക് ഛായാഗ്രഹകനായി പ്രവർത്തിച്ചിട്ടുള്ള വിജയ് മിൽട്ടൺ തമിഴ് സിനിമയിലെ അറിയപ്പെടുന്ന പേരാണ്. വിജയ് മിൽട്ടന്റെ ഈ ചിത്രം ഒരു ഹൈ എനർജി ആക്ഷൻ പാക്ഡ് എന്റർടൈനർ ആയിരിക്കും. അതിൽ വേടന്റെ പാട്ട് കൂടിയാവുമ്പോൾ ചുമ്മാ തീ തന്നെ. 2020 വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന റാപ്പിലൂടെയാണ് വേടൻ കടന്നു വന്നത്. പിന്നീട് മനുമൽ ബോയ്സിലെ കുതന്ത്രത്തിലൂടെ തരംഗമായി. ചെക്ക്മേറ്റ്, കൊണ്ടൽ, നായാട്ട്, നരിവേട്ട എന്നീ ചിത്രങ്ങളിലെ വേടന്റെ പാട്ടും പ്രേക്ഷകർ ഏറ്റെടുത്തു. കൂടാതെ വേടൻ വിത്ത് വേൾഡ് എന്ന വേടന്റെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ മൊണലോവ, തെരുവിന്റെ മോൻ, വാ തുടങ്ങിയ പാട്ടുകൾ ഇറക്കി. തീപിടിപ്പിക്കുന്ന വരികളിലൂടെ രാഷ്ട്രീയം പറയുന്ന, ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന വേടൻ 25-ാം വയസ്സിലാണ് ആദ്യ മ്യൂസിക്കൽ വീഡിയോ പുറത്തിറക്കിയത്. അമേരിക്കൻ റാപ്പറായ ടൂപാക് ഷാക്കൂറായിരുന്നു വേടന്റെ പ്രചോദനം. പാട്ടിലെ വൈവിധ്യം കൊണ്ട് പാടി വിയർത്ത് തുന്നിയ വേടന്റെ റാപ്പിന്റെ കുപ്പായം ഇനി തമിഴകത്തും പാറിപ്പറക്കും. ഇനി ഫുട്ബോൾ ലോകത്തെ ആവേശത്തിലാക്കി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം നേടിയിരിക്കുകയാണ് ചെൽസി.
PSG തകർത്താണ് ചെൽസി ലോക ചാമ്പ്യന്മാരായത്. ഈ നേട്ടം ക്ലബിന്റെ സുവർണ അധ്യായമായാണ് രേഖപ്പെടുത്തുന്നത്. വിവരങ്ങളുമായി മെറിൻ കെ ബിജു ചേരും. AFA കപ്പ്, ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ്, പ്രീമിയർ ലീഗ്, യൂറോപ്പ ലീഗ്, കോൺഫറൻസ് ലീഗ്, ചാമ്പ്യൻസ് ലീഗ് എന്നീ കിരീടങ്ങൾ വെച്ചിരിക്കുന്ന ഷോക്കേസിലേക്ക് ഇനി ക്ലബ് വേൾഡ് കപ്പ് കൂടി. കളി മികവും ടീം കരുത്തും നോക്കി PSG ആർപ്പ് വിളിച്ച പലരും 2012 ബയേൺ മ്യൂണിക്കിനെയും 2021 മാഞ്ചസ്റ്റർ സിറ്റിയെയും പ്രധാന മത്സരങ്ങളിൽ തകർത്ത് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ ചെൽസിയെ ഓർത്തില്ല. ഗോളുകൾ അടിക്കാം, എന്നാൽ ചെൽസിയെ കൊല്ലരുത് എന്നായിരുന്നു ഫൈനലിന് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വരികളിലൊന്ന്. വിജയത്തിനു വേണ്ടി വിട്ടുകൊടുക്കാതെ പോരാടാൻ തയ്യാറായി നിൽക്കുന്ന ചെൽസിക്ക് പക്ഷേ അതൊരു ആത്മവിശ്വാസമായാണ് മാറിയത്. അല്ലെങ്കിലും പ്രതീക്ഷകളൊന്നുമില്ലാതെ ചുറ്റുമുള്ളവരെല്ലാം തള്ളിക്കളയുന്നിടത്ത് നിന്ന് ഉയർത്തെഴുന്നേൽക്കുക എന്നത് ഫുട്ബോളിൽ അത്രമേൽ സുന്ദരമായ കാഴ്ചയാണ്. ഫ്രഞ്ച് ഫുട്ബോളിലെ 3 കിരീടങ്ങളും ചാമ്പ്യൻസ് ലീഗ് കിരീടവും നേടിയ അക്കൗണ്ടിലേക്ക് തങ്ങളുടെ ആദ്യ ക്ലബ് ലോകകപ്പും ചേർക്കുക എന്ന് ആശിച്ചിറങ്ങിയ PSG. ആശകൾ മാത്രമല്ല, മത്സരത്തിന് മുൻപ് കണ്ട പ്രവചനങ്ങളും PSG ഒപ്പമായിരുന്നു. എന്നാൽ 2021 ചരിത്രം വീണ്ടും ആവർത്തിച്ച് ക്ലബ് ലോകകപ്പിൽ ഒരിക്കൽ കൂടി മുത്തമിടാനായിരുന്നു ചെൽസിയുടെ വരവ്. അട്ടിമറികളുടെ മത്സരങ്ങളായതുകൊണ്ട് തന്നെ പ്രവചനങ്ങൾക്കപ്പുറം തന്നെയായിരുന്നു കലാശ പോരാട്ടവും. എന്നാൽ ആ സ്വപ്നത്തിന് വിലങ്ങുതടിയായി മാറി ഇംഗ്ലീഷ് പട. ആദ്യ ക്ലബ് വേൾഡ് കപ്പ് ആശിച്ചിറങ്ങിയ PSG ലഭിച്ചത് 3-0 ഞെട്ടിക്കുന്ന തോൽവി. എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. PSG വലയിലേക്ക് അടിച്ചു കയറിയപ്പോൾ ഒരു ഗോൾ പോലും തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല പാരീസ് സെയിന്റ് ജർമ്മൻ FC. ഗോൾ നേട്ടങ്ങളിൽ മാത്രമല്ല, ഗോൾ പ്രതിരോധത്തിലും ഒരടി പോലും വിട്ടുകൊടുക്കാത്ത പ്രകടനമായിരുന്നു ചെൽസിയുടേത്. അത് കളിയിൽ വ്യക്തവുമായിരുന്നു. ഏറെ പ്രത്യേകിച്ചും രണ്ടാം പകുതിയിൽ തിരിച്ചടികൾ കൊടുക്കാൻ PSG കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ചെൽസിയുടെ പ്രതിരോധം തകർക്കാൻ വമ്പന്മാർക്ക് കഴിഞ്ഞില്ല. ഗോൾ മുഖത്തേക്ക് ഇരച്ചെത്തുന്ന പന്തുകളെ തടുത്ത് പ്രതിരോധിച്ചതിനൊപ്പം വീണുകിട്ടിയ ഇടവേളകളിൽ ഗോളിന്റെ വക്കോളം എത്തിയ രണ്ടാം പകുതി. ആവേശഭരിതമായ ഈ കലാശക്കൊട്ടിനെ നാടകീയ രംഗങ്ങളിലേക്ക് തള്ളിവിടുന്നതായിരുന്നു PSG താരം നെവേസിന് ലഭിച്ച റെഡ് കാർഡ്. ഇത് കൂടുതൽ സമ്മർദ്ദത്തിലേക്കായിരുന്നു PSG നീക്കിയത്. സമ്മർദ്ദത്തിന്റെ കണക്കുകൾ പറയുമ്പോഴും തന്റെ തകർപ്പൻ സേവുകൾ കൊണ്ട് ടീമിനെ കരകയറ്റുകയായിരുന്നു PSG ഗോൾ കീപ്പർ ജിയാൻലൂജി ഡൊണ്ണാരുമ്മ. ഒരു ഞെട്ടലോടെ തുടങ്ങിയ PSG സമ്മർദ്ദങ്ങൾ ഏറെയായിരുന്നു മുന്നിൽ. ആ സമ്മർദ്ദങ്ങളുടെ നടുവിൽ തന്നെ റഫറിയുടെ നീണ്ട വിസിൽ. 2021 ശേഷം ക്ലബ് ലോകകപ്പിൽ മുത്തമിട്ടു ഇംഗ്ലീഷ് ക്ലബായ ചെൽസി. അപ്പോ സിനിമ, സ്പോർട്സ് വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ. ഇനി അല്പം രാഷ്ട്രീയത്തിലേക്കാണ്. മോദി സ്തുതി, ഇന്ദിരാഗാന്ധിക്കെതിരായ പരാമർശങ്ങൾ, പാർട്ടി നിലപാടിൽ നിന്നുള്ള വ്യതിചലനം. ശശി തരൂരിന്റെ ഓരോ നീക്കവും കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയാണ്. ഒരു ഭാഗത്ത് പാർട്ടി അച്ചടക്കം, മറുഭാഗത്ത് തരൂരിന്റെ വലിയ ജനപ്രീതിയും. ആകെ കുഴഞ്ഞിരിക്കുന്നത് ഹൈക്കമാൻഡും. ജയേഷ് കൃഷ്ണന്റെ റിപ്പോർട്ട് കാണാം. നിരന്തരമായ മോദി സ്തുതി നടത്തി കോൺഗ്രസിനെ ഇതുപോലെ വെട്ടിലാക്കിയ മറ്റൊരു നേതാവ് പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. ലോകം മുഴുവൻ അറിയാവുന്ന വ്യക്തിയാണ് ശശി തരൂർ. ഒരുപക്ഷെ ചില രാജ്യങ്ങൾ പിന്തുണച്ചിരുന്നുവെങ്കിൽ ശശി തരൂർ കോഫി അന്നാന് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ 8ാമത്തെ സെക്രട്ടറി ജനറൽ ആയേനെ. ഐക്യരാഷ്ട്രസഭയിൽ സെക്രട്ടറി ജനറൽ പദവിയിലേക്കുള്ള മത്സരത്തിൽ നിന്ന് അവസാന ഘട്ടത്തിൽ പിന്മാറേണ്ടി വന്നതിനെ തുടർന്നാണ് ശശി തരൂർ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. എഴുത്തുകാരനും പ്രഭാഷകനും സർവോപരി ഇംഗ്ലീഷ് ഭാഷാ പണ്ഡിതനുമായ ശശി തരൂർ വലിയ പ്രതീക്ഷകളുമായാണ് കോൺഗ്രസിൽ ചേരുന്നത്. കോൺഗ്രസിന്റെ ഭാഗമായ തരൂരിന് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ടിക്കറ്റ് ലഭിക്കുന്നത് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നായിരുന്നു. മൻമോഹൻ സിംഗുമായുണ്ടായ പരിചയമാണ് തരൂരിനെ കോൺഗ്രസ് നേതാവാക്കി മാറ്റിയത്. കേന്ദ്രത്തിൽ 2 തവണ സഹമന്ത്രിയായ തരൂർ കേന്ദ്രത്തിൽ ഭരണമാറ്റമുണ്ടായപ്പോൾ പാർലമെന്റിൽ കോൺഗ്രസിന്റെ മുഖമായി മാറുകയായിരുന്നു. മോദിക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന തരൂർ BJP വിരുദ്ധതയും മോദി വിരുദ്ധതയും ഉപേക്ഷിക്കുന്നതാണ് പിന്നീട് രാജ്യം കണ്ടത്. 3ാം തവണയും മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതോടെ മോദിയെ അംഗീകരിക്കാൻ ശശി തരൂർ വ്യഗ്രത കാണിച്ചു തുടങ്ങി. കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച തരൂർ കോൺഗ്രസ് നിലപാടുകളിൽ നിന്ന് നിരന്തരം വ്യതിചലിച്ചുകൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും അതിക്രൂരന്മാരായ ഭരണാധികാരികളാണെന്ന് രേഖപ്പെടുത്തിയുള്ള ഒരു ലേഖനം ശശി തരൂർ എഴുതിയിരിക്കുന്നു. തൊട്ടടുത്ത ദിവസം വീണ്ടും മോദി ഏറെ ജനപ്രിയനായ ഭരണാധികാരിയായി പ്രകീർത്തിക്കാനും തരൂർ സമയം കണ്ടെത്തിയിരിക്കുന്നു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും കോൺഗ്രസ് MPയുമായ ശശി തരൂരിൻ്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ശശി തരൂരിനെ ഇനിയും ഗൗനിക്കാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നും അറിയാനിരിക്കുന്നതേയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അവസാനിക്കുകയാണ്. ഈ ലോകം ഈ ആഴ്ച ഇനി അടുത്ത ബുധൻ ജൂലൈ 23-ന്. വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം മേഘ്ന മുരളി. കീപ് വാച്ചിങ് 24.